അച്ചോ കുഞ്ഞവറച്ചനും അച്ഛയും കൂടി ഇന്നൊരു ചിക്കൻ വെച്ചാലോ? ചിക്കൻ വെച്ചാലോ? ഇങ്ങോട്ട് നോക്കിയേ അവനെ, ഒരു ചിക്കൻ കറി വെച്ചാലോ? എൻ്റെ കുഞ്ഞവറാച്ചനും കൂടി ഒരു ചിക്കൻ കറി വെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഫാമിലി ഫ്രണ്ട്സ്. അപ്പോൾ അതിനുള്ള ചിക്കൻ, തേങ്ങ, തക്കാളി, സവാള, ഉള്ളി, പച്ചമുളക് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ചിക്കൻ കറി വയ്ക്കാൻ പോകുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കാണിക്കുന്നതായിരിക്കും. ഇല്ല പൊന്നു നോക്കിയിരിക്കുകയാണ് ചിക്കൻ കറി എന്ന് പറഞ്ഞപ്പോഴേ. പൊന്നു നോക്കിയിരിക്കുക, ചിക്കൻ കൊതിയനാണേ. കറിക്ക് ചട്ടി വെച്ച് തേങ്ങ, നമ്മൾ ബീഫിനാണല്ലോ തേങ്ങ ഉപയോഗിക്കുന്നത് എല്ലാവരും. ഞാൻ ഇതുവരെ ആരും ചിക്കൻ കറിക്ക് തേങ്ങാക്കൊത്ത് ഇടുന്ന കണ്ടിട്ടില്ല. പക്ഷേ ചിക്കൻ കറിക്ക് തേങ്ങാക്കൊത്തിട്ടൊന്ന് ചെയ്ത് നോക്കി, എന്നാ ടേസ്റ്റ് ആയിരിക്കും എന്നറിയാം. അപ്പം തേങ്ങ ഒരു ശകലം മൂപ്പാകുമ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുക കേട്ടോ. അപ്പോൾ ആ തേങ്ങയുടെ ആ വെള്ള കളറ് അങ്ങ് മാറും. എന്നിട്ട് ശകലം ഉപ്പൂടെ ഇടുക, ഉപ്പൂടെ. എന്നിട്ട് ശരിക്കും തേങ്ങ മൂപ്പിക്കുക, തേങ്ങ ഇങ്ങോട്ട് ശരിക്കും മൂപ്പിക്കുക. അപ്പോൾ തേങ്ങ സ്വല്പം മൂത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇഞ്ചി ചതച്ചാണ് കേട്ടോ. ഇഞ്ചി പേസ്റ്റ് ഒന്നുമല്ല ഉപയോഗിക്കുന്നത്, നല്ല ശരിക്കും ഒന്ന് ചതച്ചിടത്തേ ഉള്ളൂ. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അതുപോലെ തന്നെ വെളുത്തുള്ളി ഞാൻ ചതച്ചിടുന്നത്, വെളുത്തുള്ളി. അപ്പോൾ ഈ കുഞ്ഞവറാച്ച നീ ചിക്കൻ എല്ലാം ആയി കഴിഞ്ഞ് വന്നാൽ മതി കേട്ടോ. നീ അവിടെ ഇരുന്ന് അച്ഛയുടെ കൂടെ റോഡിലോട്ട് നോക്കിയിരുന്നു. അപ്പോൾ ഇതുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അച്ഛ രാവിലെ മൗത്ത് ലുക്കിങ്ങിനുള്ള ആരംഭമാണ്. മൗത്ത് ലുക്കിങ്ങിന് പിന്നെ സവാള, ഉള്ളി, പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട്. ശരിക്കും ഇത് നല്ല ശരിക്കും വഴറ്റണം കേട്ടോ. ഈ ചിക്കനകത്തേ പാതിമുക്കാലും ഞാൻ ചിക്കൻ കറി വെക്കുന്ന കണ്ടിട്ട് തേങ്ങ കൊത്തിടാറില്ല. പക്ഷെ നിങ്ങൾ ഇനിയും ചിക്കൻ കറി വെക്കുമ്പോൾ ഒന്ന് തേങ്ങ കൊത്തിട്ടൊന്ന് ചെയ്ത് നോക്ക്. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും വേണമെന്നില്ലെന്നേ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല ചെറുതായിട്ടൊന്ന് നല്ല ശരിക്കും ചതയ്ക്കണം. കാരണം ചതച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ നമ്മൾ കഴിക്കുന്ന ഉടനെ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ അറിയുന്നത്. ഉണ്ടോ? ഇനിയും ഇച്ചിരി കറുവപ്പട്ട, ഒരു ഏലയ്ക്ക എല്ലാം കൂടെ ഒന്ന് അതിനകത്തിട്ട് വഴറ്റുന്ന കൂട്ടത്തിൽ ഒരു കൈ കൊണ്ടാണ് മൊബൈൽ യൂസ് ചെയ്യുന്നത്. അത് വഴറ്റുന്ന കൂട്ടത്തിൽ അതുകൂടി ഇട്ടൊന്ന് ശരിക്കും വഴറ്റിയെടുക്കുക. അതിനുശേഷം 2 പഴുത്ത തക്കാളിക്കയും കൂടി ഇട്ട് വഴറ്റുക. ഞാൻ മല്ലിയില ഇതിനകത്ത് ഉപയോഗിക്കത്തില്ല. കാരണം എന്താ അറിയാം, അപ്പൂപ്പന് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല. അതുകൊണ്ട് മല്ലിയില ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ചിക്കൻ കറിക്ക്, ഈ കുഞ്ഞവറാച്ചൻ ഫാമിലിയുടെ ചിക്കൻ കറിക്ക്. അപ്പോൾ ഇതിനകത്ത് കരിയാപ്പില, പിന്നെ ഇതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല എല്ലാം കൂടി ഇട്ട് അതൊന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. എന്നിട്ട് ചിക്കൻ ഇട്ടു. അതിൽ ചിക്കനും അതിൻ്റെ കൂടെ ഉപ്പൂടി ഇട്ടു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഉണ്ടോ? നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ചിക്കൻ, ആ മസാല എല്ലാം കൂടെ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ശരിക്കും അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് അങ്ങോട്ട് വയ്ക്കുക. കുഞ്ഞവറാച്ച നീ അവിടെ ഇരുന്നോ കേട്ടോ. നിനക്ക് അച്ഛനെല്ലാം ഉണ്ടാക്കി തരാടാ, നീ അവിടെ ഇരുന്നോ. എന്നിട്ട് ചിക്കൻ ഇനിയും സെറ്റായിട്ട് വരട്ടെ. മൈ ഫാമിലി ഫ്രണ്ട്സ്, ഞങ്ങൾ കുഞ്ഞവറാച്ചൻ ഫാമിലിയുടെ ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. അതിനി കടു വറക്കണം. കടു വറുത്ത് കഴിഞ്ഞാൽ ചിക്കൻ കറി റെഡി ആയിരിക്കും. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും മൈ ഫാമിലി ഫ്രണ്ട്സ്, ഞങ്ങളുടെ ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് ഈ ചിക്കൻ കറി കൂട്ടി കഴിക്കുവാൻ കുഞ്ഞവറാച്ചൻ ഫാമിലിയുടെ വീട്ടിലേക്ക് വരിക. എല്ലാവർക്കും, എൻ്റെ സബ്സ്ക്രൈബർക്കും, ഈ സബ്സ്ക്രൈബർ അല്ലാത്ത ഈ കുഞ്ഞവറാച്ചൻ്റെ വ്യൂ കാണുന്ന എല്ലാ നല്ലവരായ ആൾക്കാർക്കും ഈ കുഞ്ഞവറാച്ചൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. ഓക്കെ.